തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ്. അവിടെ നമുക്കറിയാം യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതുമായി ബന്ധപ്പെട്ട് കുറച്ചധിക ദിവസമായി വാർത്തകളിൽ ഇടം പിടിക്കുന്നു. അതിന് പിന്നാലെ മന്ത്രിയുടെ ഉപകരണങ്ങൾ കാണാതായി എന്നുള്ള സ്റ്റേറ്റ്മെന്റും അതിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്താണ് ഇന്ന് ഡെവലപ്മെന്റ്സുകൾ ഉള്ളതെന്ന് നോക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ കാരണം കാണിക്കൽ നോട്ടീസിന് ഇന്ന് മറുപടി നൽകും. 1960 സർക്കാർ സർവീസ് ചട്ടം ലംഘിച്ച കാര്യത്തിലാണ് കാരണം കാണിക്കൽ നോട്ടീസ്. ഇതൊരു സ്വാഭാവിക നടപടി എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. അതേസമയം യൂറോളജി വിഭാഗത്തിലെ ഉപകരണം കാണാതായെന്ന കണ്ടെത്തലിൽ വകുപ്പുതല അന്വേഷണവും പുരോഗമിക്കുകയാണ്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സിജോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജെൽസി. സിജോ, കുറച്ചധികം നാളായി, കുറച്ച് 2-3 ദിവസമായി ഡോക്ടർ ഹാരിസ് ആണ് രാവിലെ വാർത്തകൾ ഇടം പിടിക്കുന്നത്. അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോകാനിറങ്ങുന്ന സമയത്ത് മാധ്യമങ്ങൾ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹം കൃത്യമായ ഓരോ കാര്യങ്ങളിലും പ്രതികരണം ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് എന്തായാലും വളരെ നിർണായകമായൊരു ദിവസമാണ്. കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്തൊക്കെ മറുപടി നൽകുമെന്ന് നമുക്ക് വ്യക്തമാണ്. കത്തയച്ചിട്ടില്ല എന്നുള്ള വാദത്തിനൊക്കെ കത്തുകളുടെ കോപ്പികൾ നിരത്തി തന്നെയായിരിക്കും അദ്ദേഹം മറുപടി നൽകുക എന്ന് കൂടി അറിയുന്നുണ്ട്. അപ്പം തന്നെ ഈ ഉപകരണങ്ങൾ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു, അതിൽ എന്തൊക്കെ തുടർ നടപടികൾ പ്രതീക്ഷിക്കുന്നുണ്ട് സിജോ? ഈ ഉപകരണം കാണാതായതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു ഹിയറിംഗ് ഉണ്ട്. ആ ഹിയറിംഗ് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് മുന്നോടിയായാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം അദ്ദേഹം നൽകുന്നത്. ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡോക്ടർ ഹാരിസിനോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അധികൃതർ ഒരു വിശദീകരണം ചോദിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത്, അതിനുള്ള കാരണങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ആവശ്യപ്പെട്ടിരുന്നത്. മാത്രമല്ല, ഈ തുറന്നു പറച്ചിൽ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ ഒരു സാഹചര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തോട് കാരണം കാണിക്കൽ നോട്ടീസ് ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും ഈ ഹിയറിംഗ് മുന്നോടിയായി തന്നെ അദ്ദേഹം ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തുറന്നു പറച്ചിലേക്ക് പോയത് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കും. അതിന് പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം പറഞ്ഞിരുന്നത്, നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനോടും ഉൾപ്പെടെ പറഞ്ഞിട്ടും അക്കാര്യത്തിലൊന്നും ഉപകരണം ലഭ്യമാക്കുന്ന കാര്യത്തിലൊന്നും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലേക്ക് പോയത് എന്നുള്ളൊരു കാര്യമാണ് എന്തായാലും അറിയിക്കുക. അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ ഉപകരണങ്ങൾ കാണാതായതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ഈ ഉപകരണങ്ങൾ കാണാതായിട്ടില്ല എന്നുള്ള ഒരു വാദമാണ് അദ്ദേഹം പറയുന്നത്. കാരണം 2 വർഷത്തോളമായി ഈ ഉപകരണം ഉപയോഗിക്കാൻ അറിയാൻ മേലാതെ എടുത്ത് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അതിൽ കൃത്യമായി പരിശീലനം കിട്ടാത്തത് കൊണ്ടാണ് അത്തരത്തിൽ ഒരു ഉപകരണം അത് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഹാരിസ് ചിറക്കലിനെ ആരോഗ്യവകുപ്പിന്റെ അധികൃതർ വിടുന്നില്ല എന്നുള്ളതാണ് സാങ്കേതികപരമായൊരു നടപടി എന്ന് മാത്രമാണ് ഈ നേതൃത്വം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിൽ നടത്തിയ സാഹചര്യത്തിൽ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറുപടി ചോദിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. കാര്യം സാങ്കേതികപരമാണെന്ന് പറയുമെങ്കിൽ പോലും ഇതുണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഒന്ന്, ഡോക്ടർ അങ്ങനെ പറയാമായിരുന്നു എന്ന് ചോദിച്ചാൽ 2 തരത്തിലായിരിക്കും അതിലുണ്ടാവുക. അത് പറയരുതായിരുന്നു എന്നുള്ളത്. പക്ഷേ സഹിയിട്ട് ക്ഷമകെട്ട് രോഗികളുടെ അവസ്ഥ കണ്ടാണ് അത്തരത്തിലൊരു ഡോക്ടർ അത് പറഞ്ഞത് എന്നുള്ളതാണ്. എന്തായാലും ഡോക്ടർക്കെതിരെ കടുത്ത നടപടി ഇനി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം സാങ്കേതികമായ നടപടി എന്ന നിലയിൽ ഇതിന്റെ മറുപടി വാങ്ങിയതിനു ശേഷം ഒരു താക്കീത് എന്ന നിലയിൽ ഒതുക്കാനാണ് തീരുമാനം. അത്തരത്തിലൊരു നടപടിയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുന്നതെങ്കിൽ അത് മാതൃകാപരമാവെന്ന് പറയേണ്ടി വരും. തിരിച്ചാണ് എന്നുണ്ടെങ്കിൽ ഈ തുറന്നു പറച്ചിൽ നടത്തി ഇത്തരം ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉയരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അത് തീർത്തും അനുചിതമായിട്ടുള്ള നടപടിയായിരിക്കും, തെറ്റായ നടപടിയായിരിക്കും, തെറ്റായ സന്ദേശമായിരിക്കും തീർച്ചയായും പൊതുജനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഡോക്ടർക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ മാതൃകാപരമായ ഒരു സേവനം നടത്തുന്ന ഡോക്ടർക്കും നൽകുക എന്നുള്ളതാണുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ നിന്ന് ഡോക്ടർ മറുപടി നൽകും. തുടർ നടപടികൾ ഈ ഹിയറിംഗിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. ശരി, എന്തായാലും കാരണം കാണിക്കൽ നോട്ടീസിന് ഇന്നിപ്പോൾ ഡോക്ടർ ഹാരിസ് മറുപടി നൽകും. സിജോ പറഞ്ഞതുപോലെ തന്നെ അതിനുശേഷം ഉണ്ടാകുന്ന സർക്കാരിന്റെ ഭാഗത്തുള്ള നടപടികൾ തീരുമാനിക്കും. സർക്കാരിന് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് ഈ വിഷയത്തിൽ. ഒരാളെ പ്രതിയാക്കി രക്ഷപ്പെടാനാണോ സർക്കാരിന്റെ ശ്രമം, അതോ ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തി അത് പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്കൊരു കൃത്യതയുണ്ടാകും. ഇല്യാസ് പിലാക്കൽ പറയുന്നത് മെഡിക്കൽ കോളേജിലെ ചില യാഥാർത്ഥ്യങ്ങൾ പുറത്തു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ഹാരിസിനെ സർക്കാർ വേട്ടയാടുകയാണെങ്കിൽ അത്
അതൊരിക്കലും സർക്കാരിന് ഗുണം ചെയ്യില്ല, പ്രതികൂലമായാണ് ബാധിക്കുക എന്നുള്ളതാണ്. കാരണം പൊതുജനാഭിപ്രായം ഡോക്ടർക്കൊപ്പമാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളും ഡോക്ടറെ പിന്തുണച്ച് തന്നെയാണ് നിരവധി ആളുകൾ എത്തുന്നത്. ഡോക്ടറുടെ ഒരു അതുപോലെ ഒരു ഹിസ്റ്ററിയുമാണ്. അദ്ദേഹം വളരെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് എന്ന് ആരോഗ്യമന്ത്രി തന്നെ അന്ന് പറഞ്ഞതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. IMA അടക്കം അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. ശരി.